ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എനിക്ക് ഈ പ്രപഞ്ചങ്ങളെല്ലാം സ്നേഹത്തോടെ ആലിംഗനം ചെയ്യാൻ തോന്നുന്നു. ഇങ്ങനെ എഴുതിയത് മറ്റാരുമല്ല, ബേപ്പൂർ സുൽത്താൻ എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും മറ്റൊരു അധ്യായം കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസ് ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, പ്രൊഫസർ MK പ്രസാദ്, ശ്രീ R ഹേലി, കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി പ്രശസ്ത സാഹിത്യകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ KL മോഹനവർമ്മ. രുചിയുടെ മലബാർ പെരുമ ഏറെ പ്രശസ്തമാണ്. മലബാർ ബിരിയാണിയും തേങ്ങ അരച്ചു വെച്ച തലശ്ശേരി മീൻകറിയുമെല്ലാം ഈ രുചിപ്പെരുമയുടെ ചേരുവകളാണ്. രുചിയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഇവർ വികസനത്തിന്റെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല. നമുക്ക് സ്വാഗതം ചെയ്യാം കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിനെ. കുരുവട്ടൂരിൽ നിന്നും ഇനി നമ്മോടൊപ്പം ഉള്ളത് പ്രസിഡന്റ് ശ്രീ P അപ്പുക്കുട്ടൻ, വൈസ് പ്രസിഡന്റ് ശ്രീ K ഷാജികുമാർ, വികസന കമ്മിറ്റി ചെയർമാൻ ശ്രീ PT സുരേഷ്, മെമ്പർ ശ്രീമതി K മഞ്ജുള, മെമ്പർ ശ്രീമതി EV ഷീബ എന്നിവരാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് കുരുവട്ടൂരിനെ മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? കോഴിക്കോട് കോർപ്പറേഷനോട് ചേർന്ന് നിൽക്കുന്ന കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഒരു വശം പൂന്നൂർ പുഴയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള പഞ്ചായത്തിൻ്റെ മുൻ അംഗം കൂടിയായിട്ടുള്ള A ശാന്തകുമാർ, അതുപോലെ തന്നെ 2007 ഫിലിം ഫെയർ അവാർഡ് നേടിയിട്ടുള്ള സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള മധു അപ്സര എന്നിവരെല്ലാം കുരുവട്ടൂർ പഞ്ചായത്തിൻ്റെ നിവാസികളാണ്. നമുക്ക് കുരുവട്ടൂർ ഗ്രാമത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാല്ലേ? കോഴിക്കോട് നഗരസഭയോട് തൊട്ടുരുമി നിൽക്കുന്ന ഗ്രാമപഞ്ചായത്താണ് കുരുവട്ടൂർ. കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അതിമനോഹരമായ സ്ഥലത്താണ് ഞാനിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനെയും പഞ്ചായത്തിനെയും വേർതിരിക്കുന്നതാണ് എൻ്റെ പിന്നിൽ കാണുന്ന പൂനൂർ പുഴ. കോർപ്പറേഷനിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ഈ പഞ്ചായത്തിലെ 5 കോളനികളിലേക്കും വെള്ളം എത്തിക്കുന്നത് ഈ പുഴയിൽ നിന്നാണ്. കുന്നുകൾ നിറഞ്ഞ ഗ്രാമമെന്നും കുരുവട്ടൂരിനെ വിശേഷിപ്പിക്കാം. തെങ്ങ് കൃഷിയാണ് കാർഷിക വിളകളിൽ ഏറ്റവും പ്രധാനം. നെല്ല്, വാഴ, മരച്ചീനി, പച്ചക്കറി മുതലായവ ഇവിടുത്തെ മറ്റ് കൃഷികളാണ്. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിന് വൻ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ച മേഖലകളാണ് കുടിവെള്ളം, ആരോഗ്യം, ശുചിത്വം. ഇതിനോടകം തന്നെ ഒരു സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമമായി മാറിക്കഴിഞ്ഞു ഇവിടം. ഏതൊക്കെ മേഖലകളിലെ വികസനത്തിനാണ് പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത്? പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിലും കുടിവെള്ള മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ശുചിത്വം എല്ലാം തന്നെ പ്രധാനമായി എടുത്തുകൊണ്ട് അതിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടിയാണ് സ്വീകരിച്ചത്. പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി വിദ്യാഭ്യാസ പരിപാടികളും കുടിവെള്ള പദ്ധതികളും ഇത് രണ്ടുമാണ്. കുരുവട്ടൂരിന്റെ വികസന കാഴ്ചകളിലേക്ക്. കാർഷിക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഒരു പ്രദേശത്തിന്റെ സമ്പൂർണ്ണ വികസനത്തിന് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുക എന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. വേനൽക്കാലങ്ങളിൽ പൂർണ്ണമായും ജലക്ഷാമം അനുഭവപ്പെട്ടിരുന്ന പ്രദേശമാണ് ഇവിടം. അക്കാരണത്താലാണ് പഞ്ചായത്ത് കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന നിലയിൽ
സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചത്. പഞ്ചായത്തിൽ ആകെ 23 കുടിവെള്ള പദ്ധതികളാണ് ഉള്ളത്. കുരുവട്ടൂർ കുടിവെള്ള പദ്ധതി ആരംഭിച്ചത് 2000-ലാണ്. 24,000 ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് നിർമ്മിച്ചായിരുന്നു പഞ്ചായത്ത് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതാണ് എരേച്ചൻകാട് ഈനഞ്ചേരിമല കുടിവെള്ള പദ്ധതി. എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു കുടിവെള്ള പദ്ധതി തുടങ്ങാനുണ്ടായ സാഹചര്യം? കാരണം അതെന്തെന്ന് വെച്ചാൽ ഇവിടെ കുടിവെള്ളം തീരെ കിട്ടാനുള്ള പ്രദേശമല്ല, വളരെ ദൂരെ പോകണം എന്ന് പറഞ്ഞാൽ ഒരു 600-700 മീറ്റർ ദൂരെ പോയിട്ട് കൊണ്ടുവരണം, ആ ഒരു പ്രയാസം. അപ്പം പഞ്ചായത്തിൻ്റെ നമ്മളെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഇങ്ങനെ ഒരു പദ്ധതി വന്നപ്പോൾ അത് ഗോപാലേട്ടനെ പോലുള്ളവരും എന്നെ പോലുള്ളവരും അത് കൈനീട്ട് സ്വീകരിക്കുക ചെയ്തത്. കാരണം സ്ഥലം അദ്ദേഹം കിണറിന് പമ്പോസിന് തന്നു, ഞങ്ങൾ ഇതിനും തന്നു. അങ്ങനെ ഇത് രണ്ടുപേരുടെ സ്ഥലത്താണ് ഈ ടാങ്ക് നിൽക്കുന്നത്, എൻ്റേതും മാമൻ്റെയാണ്. അപ്പം അങ്ങനെ നിൽക്കണം. അപ്പം ഞങ്ങൾ അന്ന് ആ പദ്ധതി 6 ലക്ഷം രൂപയുടെ അടുത്ത് അടങ്കലുള്ളതാണ്. അത് 4.5 ലക്ഷം രൂപക്ക് വർക്ക് തീർത്തു. അതും ഈ കമ്മിറ്റി തന്നെയാണ്, ഈ കമ്മിറ്റി ചെയ്തതാണ്. അപ്പം 43 കണക്ഷൻ അന്ന് ഉണ്ടായിരുന്നു, ഇന്ന് 89 കണക്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ രാവിലെ മുതൽ വെള്ളം കൊടുക്കുന്നു. ഏരേച്ചൻകാട്, ഈനഞ്ചേരി, കുന്ന തുടങ്ങിയയുടെ പരിസര പ്രദേശത്തുള്ള 95 കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി പഞ്ചായത്ത് നിർമ്മിച്ചതാണ് ഈ കിണർ. പൂനൂർ പുഴയുടെയും കുറ്റ്യാടി കനാലിന്റെയും മധ്യഭാഗത്തായതുകൊണ്ട് ഈ കിണറിൽ ഒരിക്കലും വെള്ളം വറ്റുന്നില്ല. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഇതിൽ 2 മോട്ടോർ സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് കേടാകുമ്പോൾ മറ്റത് ഉപയോഗിക്കാൻ വേണ്ടി. കാർഷിക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാൽ കൃഷിക്ക് പ്രത്യേക പ്രാധാന്യമാണ് പഞ്ചായത്ത് നൽകി വരുന്നത്. നെല്ല്, നാളികേര കൃഷികൾക്ക് ഊന്നൽ നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ ജൈവവളവും വിത്തും കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും പഞ്ചായത്ത് ഉറപ്പാക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് അനുയോജ്യമായ ആസൂത്രിത നീക്കങ്ങളും കുരുവട്ടൂർ നടത്തിവരുന്നു. നമുക്കറിയാം, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കുള്ള നമ്മുടെ കുട്ടികളുടെ ഒഴുക്കുമൂലം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥിതി എത്രമാത്രം ശോചനീയമാണെന്ന്. തന്റെ കുട്ടി ഇംഗ്ലീഷ് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യണമെന്ന രക്ഷിതാക്കളുടെ ഉത്കടമായ ആഗ്രഹമാണ് ഇതിന് പിന്നിൽ. ഇംഗ്ലീഷിൽ അനായാസമായി സംസാരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ്. അത്തരം സാഹചര്യത്തിലാണ് കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് സ്മാർട്ട് ഇംഗ്ലീഷ് എന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഇവിടുത്തെ LP-UP സ്കൂളുകളിൽ നടപ്പാക്കിയത്. ലോകഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷ് പഠനത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്മാർട്ട് ഇംഗ്ലീഷ് പദ്ധതി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. Hi Chechi, who are you? I'm Nisa. Where are you coming from? I'm from Trivandrum. Your good name? Fatima Shahala. വിദ്യാലയങ്ങളിലെ മുഴുവൻ ഇംഗ്ലീഷ് അധ്യാപകർക്കും പ്രത്യേക പരിശീലനവും നൽകി. സ്മാർട്ട് ഇംഗ്ലീഷ് പ്രോജക്റ്റിന്റെ ഭാഗമായി പരിശീലനം ലഭിച്ച ഈ പഞ്ചായത്തിലെ സ്കൂളുകളിലെ ഇംഗ്ലീഷ് ടീച്ചേഴ്സാണ് ഇവരൊക്കെ. സർ, എങ്ങനെയാണ് ഇത് ക്ലാസ് റൂമുകളിൽ ഇംപ്ലിമെന്റ് ചെയ്തത്? ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ക്ലാസ് മുറിയിൽ നടക്കുന്നത്. ഗെയിംസിലൂടെ, പലതരം പ്ലേവേ മെത്തേഡിലൂടെ, പലതരം കളികളിലൂടെയാണ് കുട്ടികൾക്ക് നമ്മളിത് അവതരിപ്പിക്കുന്നത്. കുട്ടികളുടെ ആവശ്യങ്ങൾ, അവരുടെ ജീവിത സന്ദർഭങ്ങൾ അതിൽ നിന്ന് നടത്തിയെടുത്തിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ തന്നെ ക്ലാസ് മുറിയിൽ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചുകൊണ്ട് അതിൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യും, അവരുടെ റെസ്പോൺസസ് എങ്ങനെയൊക്കെ ആയിരിക്കും, അതിന് അവർക്ക് അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സർഗാത്മകമായി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. ഞങ്ങളുടെ സ്കൂളിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഡ്രാമ, കുട്ടികൾ എല്ലാ ആഴ്ചയും സ്വന്തമായിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് തന്നെ ഡ്രാമ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി വളരെ വിജയകരമായി ഞങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. ഇത് മാത്രമല്ല, കുട്ടികൾ സ്വന്തമായിട്ടൊരു ന്യൂസ് പേപ്പർ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് സ്കൂളിൽ. കിഡ്സ് ഹെറാൾഡ് എന്ന പേരിൽ എല്ലാ മാസത്തിലും ആ സ്കൂളിലെ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എല്ലാ മാസവും ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. കോഴിക്കോട് സെന്റർ ഫോർ ഇംഗ്ലീഷിലെ ചീഫ് ട്യൂട്ടർ ബാലനായർ സാറാണ്. സർ, ഈ ഒരു പഞ്ചായത്തിൽ ഇങ്ങനൊരു സ്മാർട്ട് ഇംഗ്ലീഷ് പ്രോജക്റ്റ് കൊണ്ടുവരാണ്ടായ സാഹചര്യം എന്താണ്? മലയാള ഭാഷ ഇംഗ്ലീഷിലൂടെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ മലയാളത്തിലൂടെയും പഠിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകനെ ഈ ഭാഷ സുഗമമായി സംസാരിപ്പിക്കാൻ പഠിക്കുക, കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ സ്മാർട്ട് ഇംഗ്ലീഷ് ക്ലാസ് റൂം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും ഇംഗ്ലീഷ് ഭാഷ സുഗമമായി കൈകാര്യം ചെയ്യാൻ അവർക്ക് ചില പ്രയാസങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ഈ പ്രയാസങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം, അതിനുവേണ്ടിയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഊന്നിയുള്ള ചില സംഭവങ്ങൾ ക്ലാസ് റൂമിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഭാഷയിലൂടെ തന്നെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇതിലൂടെ ഉണ്ടായിരുന്നത്.